ഒടുവിൽ മുനമ്പവും മതേതൃത്വവും ഒന്നുമല്ല തങ്ങൾക്ക് വലുത്, മതവും വഖഫും വഖഫ് ബോർഡിൻ്റെ വക വസ്തുക്കളും സ്വത്തുക്കളും ഒക്കെ തന്നെയാണെന്ന് ഇപ്പോൾ പച്ചയായി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് പാർലമെന്റിൽ വഖഫ് ഭേദഗതി വരുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന ഘടകം. പി കെ കുഞ്ഞാലിക്കുട്ടിക്കും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് വ്യക്തം. മുനമ്പത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്ന കോൺഗ്രസിനെ പോലും നാണിപ്പിക്കുകയും വഴിതിരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കേരളത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുകൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇതിനെതിരെ സംസാരിക്കാൻ കോൺഗ്രസ് എം പിമാരൊന്നും തയ്യാറല്ല എന്ന് വ്യക്തമായൊരു നിലപാട് അവരെടുത്തത്. വഖഫ് ഭേദഗതി ബില്ലിനെ ശക്തമായി എതിർക്കുമെന്നാണ് ഇപ്പോഴും പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അതിന് കാരണം കേന്ദ്രത്തിൽ BJP സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതിയാണ് ഇതെന്നാണ്. പക്ഷേ എന്താണ്, കേരളത്തിലെ മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ കണ്ണീര് കണ്ടിട്ടാണ് കേന്ദ്ര സർക്കാർ ഈയൊരു നടപടിക്ക് മുതിർന്നതെന്നത് സത്യം. മുനമ്പത്ത് മാത്രമല്ല, മുനമ്പത്തെ ജനങ്ങളുടെ പ്രക്ഷോഭം തുടങ്ങിയ ശേഷമാണ് കർണാടകയിലടക്കം രാജ്യത്തിൻ്റെ മിക്ക സംസ്ഥാനങ്ങളിലും ഇതുപോലെ വഖഫുമായി ബന്ധപ്പെട്ട അനധികൃത കയ്യേറ്റങ്ങളും പിടിച്ചെടുക്കലും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും അതിനെതിരെ ജനരോഷം ഉയർന്നതും. ന്യായമായ വസ്തുക്കൾ ആർക്കും കൈവശം വയ്ക്കാം, ഏത് മതത്തിനായാലും ഏത് സമുദായത്തിനായാലും ഏത് സംഘടനയ്ക്കായാലും. പക്ഷേ ഇവിടെ അതല്ല. ഒന്നും രണ്ടുമല്ല, 610 കുടുംബങ്ങൾ താമസിച്ചിരുന്ന കേരളത്തിലെ ഒരു ഭാഗം മുനമ്പം, അവിടുത്തെ വസ്തുക്കളും ആ ഭൂമി മൊത്തം തങ്ങളുടേതാണെന്ന നിലപാടിൽ വഖഫ് ബോർഡ് ഉറച്ചു നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യതയാണ് ആ ജനങ്ങളുടെ കണ്ണീരൊപ്പുക എന്നത്. കാരണം അവർ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. മുനമ്പത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പാലക്കാടടക്കം ഇതേപോലെ വഖഫ് ബോർഡിൻ്റെ നോട്ടീസ് പലർക്കും ചെന്നിട്ടുണ്ട്. അപ്പോഴാണ് അവരറിയുന്നത് തങ്ങളുടെ ഭൂമി പണ്ടങ്ങാണ്ടോ വഖഫുകാർ കണ്ടുവച്ച ഭൂമിയാണെന്നും പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോഴാണ് അവർ ആ ഭൂമി സ്വന്തമാക്കാനായി നിയമപ്രാബല്യത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്നും. അതിനെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. വഖഫ് ബില്ലിനെ ശക്തമായി എതിർക്കുമെന്നാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ പറയുന്നത്. മതേതര കക്ഷികൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ആരാണ്? ഏറ്റവും വലിയ മതേതര കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. കാരണം അവരിപ്പോൾ വഖഫിനും വഖഫ് ബോർഡിനും വേണ്ടി വാദിക്കുന്നത് മുസ്ലിം ജനതയ്ക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിലെവിടെയാണ് മതേതരത്വം? വഖഫ് മുസ്ലിം വിഭാഗത്തിൻ്റെ വിശ്വാസപരമായ അവകാശമെന്നാണ് അവർ പറയുന്നത്. വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നവരിൽ മുസ്ലിം ലീഗുകാരും ഉണ്ടല്ലോ, പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ഉണ്ടല്ലോ എന്നോർക്കുമ്പോഴാണ് രാജ്യത്തിനും കേരളത്തിനും ദുഃഖമുണ്ടാകുന്നത്. മുസ്ലിം സമുദായത്തിൻ്റെ സ്വത്തുക്കൾ പിടിച്ചടക്കാൻ ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വയ്ക്കാനാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭേദഗതി എന്നാണ് അടുത്ത ന്യായം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി തലമുറകളായി മുനമ്പത്ത് താമസിച്ചു വന്ന 610 കുടുംബങ്ങൾ ഇനി എങ്ങോട്ട് പോകും? പെട്ടെന്നൊരു ദിവസം അവരുടെ ഭൂമി വഖഫ് ബോർഡിൻ്റെ വകയാണെന്ന് പറയുമ്പോൾ ആ കുടുംബങ്ങൾ എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? അതിൻ്റെ ബാധ്യതയും പിണറായി വിജയൻ സർക്കാർ ഏറ്റെടുക്കണമെന്നാണോ മുസ്ലിം ലീഗിന് പറയാനുള്ളത്, കോൺഗ്രസിന് പറയാനുള്ളത്? ഇതിൽ ഒരു മതത്തിനു വേണ്ടി വാദിക്കാൻ മാത്രമാണ് മുസ്ലിം ലീഗിന് താല്പര്യമെന്ന് ഏവർക്കും വ്യക്തമാകുന്നുണ്ട്. ലീഗിൻ്റെ കപട മതേതരത്വ വാദം തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. തങ്ങൾ മതേതരവാദികളാണെന്ന് നാഴികയ്ക്ക് 100 വട്ടം പറയുകയും വഖഫ് മാത്രമാണ് തങ്ങളുടെ ശ്വാസവും ജീവനുമൊക്കെ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് അത് സമസ്ത വരെ ചൂണ്ടിക്കാട്ടിയതാണ് മുസ്ലിം ലീഗിൻ്റെ ഈ വഖഫിന് വേണ്ടിയുള്ള കൊതി. എന്നിട്ടും അവരെ നിർത്തുന്നില്ല. കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ മാറ്റി നിർത്തിയാൽ മുനമ്പത്തെ ന്യായമായ പോരാട്ടമെന്ന് കണ്ടാണ് കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത്. പക്ഷേ മുസ്ലിം ലീഗിനെയും മറ്റ് വോട്ട് ബാങ്കുകളെയും ഭയന്ന കോൺഗ്രസ് എം പിമാർ അതിനെതിരെ ശബ്ദമുയർത്താൻ തയ്യാറായിട്ടില്ല. അതാണ് കോൺഗ്രസ് നേതാക്കളും എം പിമാരുമൊക്കെ മുനമ്പത്തോട് കാട്ടിയ ചതി. അതിപ്പോഴാണ് മുനമ്പത്തെ ജനങ്ങൾ ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞത്. മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു പരിഹാരം എന്ന നിലയിൽ ബില്ലിനെ കാണണമെന്നും എം പിമാർ ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ അവരുടെ പ്രീണന രാഷ്ട്രീയം തുറന്നു കാട്ടപ്പെടുമെന്നുമാണ് കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. മുനമ്പത്തിന് വേണ്ടി ആരും ഇതുവരെ ശബ്ദമുയർത്തുന്നില്ല എന്ന് കാട്ടി മുനമ്പം സമരസമിതിയും ഈ എം പിമാർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നിട്ടൊന്നും എം പിമാരുടെ മനസ്സ് മാറ്റുന്നില്ല. കാരണം അവർ പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം BJP കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുക എന്നത് തന്നെയാണ്. എങ്കിൽ പിന്നെ തങ്ങളും നിങ്ങളെ എതിർക്കുമെന്നാണ് എം പിമാരോട് കേരളത്തിലെ കത്തോലിക്ക കോൺഗ്രസ് അടക്കം പറയാനുള്ളത്. പാർലമെന്റിൽ നിന്നും കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി പോലും മുനമ്പം വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ല. എന്നാൽ സിനിമ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അവർ വാചാലരായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കാണുന്നതെന്നാണ് എമ്പുരാൻ അടക്കമുള്ള വിവാദങ്ങളെ മുൻനിർത്തി മുനമ്പത്തെ പ്രക്ഷോഭകർ പറയുന്നത്. പിന്തുണ അഭ്യർത്ഥിച്ചിട്ട് പോലും എറണാകുളത്തെ എം പിയായ ഹൈബി ഈഡൻ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നും മുനമ്പം സമരസമിതി വേദനയോടെ പറയുന്നു. എങ്കിലും JPC നിർദ്ദേശിച്ച ചില ഭേദഗതികളോടെയാണ് മുനമ്പം നിർണായകമായ ആ വഖഫ് ഭേദഗതി ബിൽ
ലോക്സഭയിലേക്ക് എത്തുന്നത്. ഈ ബിൽ ലോക്സഭയിലെത്തുമ്പോൾ ശക്തമായി എതിർക്കാനാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ഈ തീരുമാനത്തോട് കേരളത്തിലെ എംപിമാർ ഒരുമിച്ച് നിൽക്കുമോ എന്നാണ് അറിയേണ്ടത്. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്നെന്തായാലും എംപിമാരുടെ കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. കോൺഗ്രസിലെ കേരളത്തിലെ എംപിമാർ ഈ നിർദ്ദേശത്തെ അവഗണിച്ച് വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്തുകൊണ്ടൊരു തീരുമാനമാണ് ലോക്സഭയിലും രാജ്യസഭയിലും കൈക്കൊള്ളുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് തങ്ങൾക്കറിയാമെന്നാണ് കേരളത്തിലെ കത്തോലിക്ക കോൺഗ്രസ്സുകാർ ഇപ്പോൾ തുറന്നു പറയുന്നത്. അന്യായമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തേ പറ്റൂ എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഇത് കൊണ്ടുവന്നത്. ശരീഅത്ത് നിയമം രാജ്യത്തെ മുഴുവൻ ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്ന് കത്തോലിക്ക കോൺഗ്രസ് വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നു. ജനത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിയമ ഭേദഗതിയെ എംപിമാർ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആവശ്യം നടക്കുമോ ഇല്ലയോ എന്ന് ലോക്സഭയിലെയും രാജ്യസഭയിലെയും വരും ദിവസങ്ങളിലെ നടപടിക്രമങ്ങൾ കൂടുതൽ വിശദമായി വീക്ഷിക്കുമ്പോൾ കാണാം. കേരളത്തിൽ നിന്നുള്ള ഏതൊക്കെ ഇടത് കോൺഗ്രസ് എംപിമാരാണ് വഖഫ് ഭേദഗതി ബില്ലിനെ ശക്തമായി എതിർത്ത് സംസാരിക്കുന്നത്, ആരൊക്കെ മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ കേരളത്തിന് കണ്ടറിയാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.